പൊന്നു മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ തെറ്റുന്നത്, ആങ്ങളെയും പെങ്ങളും മിണ്ടാതാവുന്നത് വാപ്പ മരിച്ചാലാണ്. വാപ്പയുടെ സ്വത്തിന്റെ പേരിൽ വീട് എന്റെ പേരിൽ കിട്ടിയില്ലല്ലോ, എനിക്ക് 5 സെന്റല്ലേ തന്നുള്ളൂ, 10 തന്നില്ലല്ലോ, എനിക്ക് ആ സ്ഥലം തന്നില്ലല്ലോ, എനിക്ക് അത് തന്നില്ലല്ലോ എന്ന് ഏതാനും തുണ്ട് ഭൂമിയുടെ പേര് പറഞ്ഞ് തർക്കിക്കുന്ന നേരത്ത് മുഅ്മിനേ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ജ്യേഷ്ഠനെക്കാളും ഞാൻ ഹക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ പെങ്ങളെക്കാളും ഞാൻ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്റേതല്ലാത്തത് ഞാൻ എന്റേതാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് ആരാണ് ആലോചിക്കാറുള്ളത്? ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അവകാശമില്ലാത്തത് എഴുതി കൊടുത്തു വാങ്ങിക്കുമ്പോ ദാരിദ്ര്യരേഖയുടെ താഴെയുള്ള ആളുകൾക്കെന്ന് ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്ന പല സംഗതിയും ദാരിദ്ര്യരേഖയുടെ മേലെയുള്ള ആളുകൾ, ദാരിദ്ര്യമില്ലാത്തവർ, വാപ്പയുടെ കണക്ക് പ്രകാരം വാപ്പ കർഷകനാണ്, പക്ഷേ വാപ്പയുടെ 4 മക്കള് ഗൾഫിൽ അന്തസ്സിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്, അത് രേഖയിലില്ല, വാപ്പ BPL ആണ്. ആ പേരും പറഞ്ഞ് നമുക്ക് അവകാശമില്ലാത്തത് നമ്മൾ കള്ളരേഖകൾ ഉണ്ടാക്കി ചമച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഹലാലാകുമോ മുഅ്മിനേ? ഇങ്ങനെ അച്ചടക്കം പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളല്ലേ നമ്മൾ? നമ്മുടേതല്ലാത്തത് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ പറ്റുമോ? കൃഷിയിടത്തിനാണെന്ന് പറഞ്ഞ് കറണ്ടിന്റെ ലൈൻ വലിക്കുക, 3 ഫേസ് ലൈൻ, കൃഷിക്ക് വേണ്ടി എന്ന് പറയുകയും ചെയ്യുക. നിങ്ങൾ 4 റൂമുകളിൽ AC വർക്ക് ചെയ്യാൻ വേണ്ടി വീടുകളിലേക്ക് കറണ്ട് ദുരുപയോഗം ചെയ്യുന്നത് മുസ്ലിം ചെയ്യാൻ പാടുണ്ടോ? നമ്മുടേതല്ലാത്ത സ്ഥലം നമ്മുടെ പേരിലാക്കി തരാൻ ആധാരം എഴുതുന്ന പല ആളുകളുടെയും പേരുകൾ ചലിച്ചേക്കാം. പക്ഷേ എത്ര പൈസ കൊടുത്ത് രേഖയുണ്ടാക്കിയാലും നമ്മുടേതല്ലാത്തത് നമ്മുടേതാണെന്ന് വരുത്തി തീർത്താലും, വല്യമ്മയുടെ സമ്മതമില്ലാതെ സക്കറാത്തിൽ കടക്കുന്ന വല്യമ്മയുടെ തള്ളവിരൽ മഷി വെച്ചുകൊണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ സ്റ്റാമ്പ് ചെയ്ത് കൊണ്ടുപോയാലും വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ മലക്കുകൾ ഇത് കാണുന്നില്ലേ? അല്ലാഹുവിന്റെ മലക്കുകൾ ഇത് അറിയുന്നില്ലേ? അല്ലാഹുവിനെയാണോ നമ്മൾ വഞ്ചിക്കുന്നത്? നമ്മുടേതല്ലാത്തൊരു ഹക്കും നമുക്ക് വേണ്ട. നമ്മുടെ ഭൂമിയിൽ നിന്ന് 1/2 സെന്റ് പോയാലും ശരി, മറ്റൊരുത്തന്റെ 1/4 സെന്റ് പോലും എനിക്ക് വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത്. ഇതല്ലേ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്? അല്ലാഹുവേ അന ബരീഉം മിൻ റബ്ബേ, ഒരാളുടെയും അവകാശം ഞാൻ പറ്റിയില്ല പടച്ചവനെ, നീ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു റളിയല്ലാഹു